സീറോ മലബാർ സഭയിലെ ഏകീകൃത കുർബാന സർക്കുലർ വിവാദത്തിൽ വിമത വിഭാഗം രഹസ്യ പ്രതിഷേധ യോഗം കൊച്ചി റിന്യൂവൽ സെന്ററിലാണ് യോഗം ചേരുന്നത്. യോഗത്തിൽ അൽമായ മുന്നേറ്റ സമിതിയിലെ നിരവധി വിശ്വാസികളും പങ്കെടുക്കുന്നുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, ജൂലൈ 3 മുതൽ ഏകീകൃത കുർബാന നടപ്പിലാക്കുന്നത് നിർബന്ധമാക്കുമെന്നാണ് സർക്കുലറിലുള്ളത്. അതിനെതിരെ നിൽക്കുന്നവർക്കെതിരെ കൃത്യമായ നടപടിയെടുക്കും എന്നുമാണ്. ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണോ ഇത്തരത്തിലൊരു രഹസ്യ യോഗം ചേരുന്നത്? തീർച്ചയായിട്ടും അത് തന്നെയാണ് സ്വാതി മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കർദിനാളുടെ ഈ സർക്കുലറിനെതിരെ വിശ്വാസികൾ രംഗത്ത് വന്നിരുന്നു. മാത്രമല്ല, ഇപ്പോൾ വിശ്വാസികൾ അല്പനേരം മുൻപ് രഹസ്യ യോഗം ആരംഭിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇതിൽ വിമത വിഭാഗം എന്നറിയപ്പെടുന്ന സംഘത്തിൻ്റെ നേതാവായിട്ടുള്ള റിജു കാഞ്ഞുകാരൻ നമ്മോടൊപ്പം ചേരുകയാണ്. എന്തിനാണ് ഈ യോഗം ഇപ്പോൾ രഹസ്യമായി ഇത്രയധികം വിശ്വാസികളെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു യോഗം ചേരുന്നത്? ഇത് രഹസ്യയോഗമല്ല, അത് പരസ്യയോഗം തന്നെയാണ്. എറണാകുളം അതിരൂപതയിലെ 328 പള്ളികളിൽ 16 ഫൊറോന കൗൺസിലുകളായി തിരിച്ചിട്ടുണ്ട്. 16 ഫൊറോന കൗൺസിലുകൾക്ക് നേതൃത്വം നൽകുന്ന 16 ഫൊറോന കൗൺസിലിൻ്റെ ഭാരവാഹികളാണ് ഇന്നിവിടെ യോഗം ചേർന്നിരിക്കുന്നത്. ഞങ്ങളുടെ അടുത്ത നിലപാട്, അടുത്ത സമര പരിപാടികൾ പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ യോഗം ചേർന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇന്ന് അപ്രതീക്ഷിതമായി പുറത്തു വന്ന മാർ റാഫേൽ തട്ടിലിൻ്റെയും ബോസ്കോ പുത്തൂരിൻ്റെയും സർക്കുലറാണ് കാരണം. ഈ സർക്കുലർ സിനഡ് ചേർന്നതിന് ശേഷം സിനഡിൻ്റെ തീരുമാനമായി പുറത്തു വരാനിരുന്ന കാര്യങ്ങൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് സിനഡിനോട് ചോദിക്കാതെ, അല്ലെങ്കിൽ സിനഡിൽ ഈ വിഷയം മുന്നോട്ട് വെച്ചാൽ അത് പാസ്സാകില്ല അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടില്ല എന്ന തോന്നലിൻ്റെ വെളിച്ചത്തിലാണെന്ന് തോന്നുന്നു ഇന്നലെ രാത്രിയാണ് ഈ സർക്കുലർ പുറത്തു വന്നത്. എറണാകുളം അതിരൂപത ജൂലൈ 3 ശേഷം എറണാകുളം അതിരൂപതയിലെ മുഴുവൻ വൈദികരെയും വിശ്വാസികളെയും സഭയ്ക്ക് പുറത്താണ് എന്ന തരത്തിലുള്ള ഒരു നിർദ്ദേശങ്ങളും ഒരു കൽപ്പനകളും അടങ്ങുന്ന ഈ സർക്കുലർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം, മാർപ്പാപ്പയെ കാണുന്ന സന്ദർഭത്തിൽ മാർപ്പാപ്പ പറഞ്ഞിരുന്നു എറണാകുളം അതിരൂപതയുടെ ഈ വിഷയത്തിൽ എറണാകുളം അതിരൂപതയ്ക്ക് കൂടി സ്വീകാര്യമായ ഒരു പുരോഹിതർ ഇപ്പോൾ യോഗം ചേരുന്നു. ഇതേ സമയത്ത് തന്നെ പുരോഹിതർ മറ്റൊരു സ്ഥലത്ത് യോഗം ചേരുന്നുണ്ട്. അവർ യോഗത്തിന് ശേഷം അവരുടെ തീരുമാനങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർ ഇവിടെ വരും. അവരുടെ പ്രതിനിധികൾ ഇവിടെ വന്ന് ഈ യോഗത്തിൽ സംബന്ധിക്കും. അതിനുശേഷം ഒന്നിച്ച് ഞങ്ങളുടെ നിലവിലുള്ള സമര പരിപാടികളും ഭാവി പരിപാടികളും ഞങ്ങൾ മാധ്യമങ്ങളോട് 5 മണിക്ക് ശേഷം റിവീൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഈ പറയുന്നത് പോലെ ഈ സർക്കുലർ അംഗീകരിക്കില്ല എന്ന് തന്നെയാണ്. തീർച്ചയായും ഈ സർക്കുലർ തന്നെ ഇൻവാലിഡാണ്, നിയമവിരുദ്ധമായൊരു സർക്കുലറാണ്. സിനഡ് പാസ്സാക്കി പുറത്തിറക്കേണ്ട സർക്കുലർ ഒരു മെത്രാപ്പോലിത്ത ഇപ്പോൾ ഈ റിന്യൂവൽ സെന്റർ പോലെയുള്ള സ്ഥാപനങ്ങളെല്ലാം സഭയുടെ കീഴിലാണ്. അവിടെയാണ് ഇത്തരത്തിൽ വിമത വിഭാഗം ഒരു യോഗം ചേരുന്നത്. അല്ല, ഇത് ഞങ്ങളുടെ രൂപത, ഞങ്ങളുടെ പള്ളി, ഞങ്ങളുടെ സ്ഥാപനം, ഇത് വിശ്വാസികളെ പിടിച്ചെടുത്തു എന്ന് തന്നെ പറയുന്നത്. ഞങ്ങളുടെ സ്ഥാപനങ്ങളും ഞങ്ങളുടെ പള്ളികളും മറ്റുള്ളവർ, അതായത് മാർ റാഫേൽ തട്ടിലിനെ പിന്തുണയ്ക്കുന്ന വളരെ 1% വരുന്ന ആളുകളിൽ ആരെങ്കിലും ഇവിടെ കടന്നു വരികയോ ഇവിടെ ആദ്യം ശ്രമിച്ചാലാണ് അതിനെ പിടിച്ചെടുക്കലെന്ന് പറയുന്നത്. ഇത് ഞങ്ങളുടെ സ്ഥാപനമാണ്, ഞങ്ങളുടെ പള്ളിയാണ്, ഞങ്ങളുടെ സ്ഥാപനങ്ങളാണ്, ഇവിടെ ഞങ്ങളാണ്. ഇവിടെ മറ്റൊരാൾ കടന്നു വന്നാൽ അതിനെ ഞങ്ങൾ പ്രതിരോധിക്കും. അതായത് ഇത്തരം നടപടികളുമായി സർക്കുലറുമായി മുന്നോട്ട് പോയാൽ കർദിനാളിന് പോലും ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് കയറാൻ പറ്റില്ല. ഇല്ല, കർദിനാൾ കഴിഞ്ഞ 6 മാസത്തിനിടയ്ക്ക് എറണാകുളം അതിരൂപതയിൽ ഒരു പള്ളിയിലും കയറാൻ പറ്റിയിട്ടില്ല. കർദിനാളല്ല, റാഫേൽ തട്ടിൽ. ഭാവിയിൽ കർദിനാൾ ആയിരിക്കും. മേജർ ആർച്ച് ബിഷപ്പായ റാഫേൽ തട്ടിൽ ചുമതലയേറ്റിട്ട് 6 മാസമായി. അദ്ദേഹം ചുമതലയേറ്റ അന്ന് തൊട്ട് പറയുന്നതാണ് ചർച്ചയിലൂടെ പരിഹാരം കാണും. ഇന്നേ വരെ എറണാകുളം അതിരൂപതയിലെ വൈദികരോടോ വിശ്വാസികളോടോ ഒരു ചർച്ചയും ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു നീക്കങ്ങളും നടത്തിയിട്ടില്ല. പള്ളിയിലും ഒരു സ്ഥാപനത്തിലും കയറ്റില്ല എന്ന് ഉറപ്പിക്കുന്നതാണ്. ഈ നിലപാടുമായി മുന്നോട്ട് പോയാൽ ഞങ്ങളുടെ ഒരു സ്ഥാപനങ്ങളിലും ഒരു പള്ളിയിലും ഈ പറയുന്ന ഒരു പത്രാമാരെയും കയറ്റില്ല. അല്ല, അവർ പറയുന്നത് ജൂലൈ 3 ഈ പറയുന്ന പോലെ ഏകീകൃത കുർബാന നടപ്പിലാക്കിയില്ലെങ്കിൽ പുരോഹിതരെല്ലാവരും തന്നെ ഇതിനെതിരെ നിൽക്കുന്നവർ പുറത്തു പോകേണ്ടി വരുമെന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും പള്ളി അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പകരം ആളുകൾ വരികയോ അതുമല്ലെങ്കിൽ ഈ പറയുന്ന വിശ്വാസ സ്ഥാപനങ്ങളിലേക്ക് ആധിപത്യം ഉറപ്പിക്കുകയോ ചെയ്യുന്നു അവർക്കുറപ്പുള്ളതുകൊണ്ടല്ലേ ഈ ഒരു സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. അല്ല, എറണാകുളം അതിരൂപതയ്ക്ക് 468 അച്ഛന്മാരാണുള്ളത്. അതിൽ 452 പേരും ഒരേ നിലപാടുമായി നിൽക്കുന്നവരാണ്. ഈ 328 പള്ളികളിലും ഇവിടെ കാണുന്ന 100 കണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നമ്മുടെ മറ്റു കോളേജുകൾ, ഇവിടേക്കൊക്കെ പുറമേ നിന്ന് മറ്റു രൂപതകളിൽ നിന്ന് വൈദികരെ കൊണ്ടുവന്ന് ആധിപത്യം സ്ഥാപിക്കാൻ അല്ലെങ്കിൽ അധിനിവേശം നടത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ ഞങ്ങളുടെ ഒരു പള്ളിയിൽ പോലും കാലുകുത്താൻ ഈ രൂപതയ്ക്ക് പുറത്തുനിന്നുള്ള ഒരു വൈദികനും സാധിക്കില്ല. ഈ രൂപതയിൽ തന്നെയുള്ള ഒരു വൈദികനായ പൂതവേലി വിചാരിച്ചിട്ട് ഇവിടെ ഒരു പള്ളിയിലും കാലുകുത്താൻ പറ്റിയിട്ടില്ല.
ബസിലിക്കയിൽ തിരിഞ്ഞു നിന്ന് ഖുർആൻ എല്ലാം നോക്കിയിട്ട് നടന്നില്ല. അപ്പോൾ അതുകൊണ്ട് എറണാകുളം അതിരൂപതയിലെ വിശ്വാസികളും വൈദികരും ഒറ്റക്കെട്ടാണ്. ഞങ്ങൾ പ്രതിരോധിക്കുമെന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കും. കായികമായിട്ട് പ്രതിരോധിക്കേണ്ടി വന്നാൽ കായികമായി പ്രതിരോധിക്കും, ഒരു സംശയവും വേണ്ട. അതായത് ഞങ്ങളുടെ പള്ളിയിൽ അതിക്രമിച്ച് കയറാൻ വരുന്നവരെ ഞങ്ങൾ തടയേണ്ടി വന്നാൽ അതിൽ ചിലപ്പോൾ കായികമായി എന്നിരിക്കും, ഒരു സംശയവും വേണ്ട. വിശ്വാസത്തിന്റെ പേരിലാണ് ഇതെല്ലാം നടക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങൾ 60 വർഷമായി തുടരുന്ന വിശ്വാസം, ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് വരെ ഇവിടെ നടക്കുന്ന കുർബാനകൾ, ഇവിടെ നടക്കുന്ന കുദാശകൾ, ഇവിടെ നടക്കുന്ന ആരാധനക്രമങ്ങൾ വാലിഡ് ആണ് എന്ന് പറയുകയും നാളെ മുതൽ ഇൻവാലിഡ് ആണെന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങളെയും ഞങ്ങളുടെ വൈദികരെയും വിശ്വാസികളെയും ബോധ്യപ്പെടുത്താൻ സഭാ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. അത് കഴിയുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. പള്ളികളും വിശ്വാസവും എല്ലാം പിടിച്ചടക്കാനായിട്ട് വേണമെങ്കിൽ കർദിനാളെയും മറ്റ് അത് പിടിച്ചടക്കാൻ വരുന്നവരെയും കായികമായി നമുക്ക് നേരിടാം. ഞങ്ങൾ പ്രതിരോധത്തിന് സജ്ജമാണ്, ഏതൊരു തരത്തിലായ പ്രതിരോധത്തിന് സജ്ജമാണ്. വിശ്വാസം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയാണ്. ശരി, സഹിൻ ആന്റണി, അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് തങ്ങളുടെ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നു. ഇതിനെതിരെ നിൽക്കുന്നവരെ കായികമായി തന്നെ നേരിടും എന്നാണ് തുറന്നു പറയുന്നത്. സിറോ മലബാർ സഭയിലെ ഏകീകൃത കുർബാന സർക്കുലറിൽ വിവാദത്തിൽ വിമത വിഭാഗം രഹസ്യ പ്രതിഷേധ യോഗം ചേരുകയാണ്. കൊച്ചി റിന്യൂവൽ സെന്ററിലാണ് യോഗം ചേരുന്നത്. യോഗത്തിൽ അൽമായ മുന്നേറ്റ സമിതിയിലെ നിരവധി വിശ്വാസികളും പങ്കെടുക്കുന്നുണ്ട്. അവിടെ നിന്നുമാണ് സഹിൻ ആന്റണി റിപ്പോർട്ട് ചെയ്തത്.